വയനാട് പുനരധിവാസം അതിൻ്റെ ആരംഭത്തിൽ തന്നെ ഗുരുതരമായ പാളിച്ചകളാണ് സംഭവിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ അനാസ്ഥയും അലംഭാവവും ആസൂത്രണമില്ലായ്മയുമാണ് പുനരധിവാസ പ്രവർത്തനം ആരംഭത്തിൽ തന്നെ പാളിപ്പോകാനുള്ള അടിസ്ഥാനപരമായ കാരണം. വയനാട് ദുരന്തം നടന്നിട്ട് ഒരു മാസം പൂർത്തിയാകാൻ വേണ്ടി പോകുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ അവസാനിച്ചു. പുനരധിവാസ പ്രവർത്തനമാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിക്കേണ്ടത്. അതിൽ പ്രഥമ പരിഗണന എല്ലാം നഷ്ടപ്പെട്ടവർക്ക് താൽക്കാലികമായെങ്കിലും കിടപ്പാടമൊരുക്കുക, വീട് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതിലാണ് സംസ്ഥാന സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടത്. സംസ്ഥാന സർക്കാർ ദുരിതബാധിതരോട് പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വീട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സർക്കാർ കണ്ടുപിടിച്ച് തരും. സർക്കാർ കണ്ടുപിടിച്ച് തരുന്നതിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും. ഇനി നിങ്ങളാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ വീട്ടുവാടക സംസ്ഥാന സർക്കാർ വഹിക്കും. പക്ഷെ ഇപ്പോഴും ഈ പ്രവർത്തനം പൂർത്തിയായിട്ടില്ല. നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും ക്യാമ്പിൽ തന്നെ കഴിയുകയാണ്. ഈ ദുരിതബാധിതർക്ക് വീട് കണ്ടെത്താൻ ഇതേവരെ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ചില കുടുംബങ്ങൾ അവരുടെ നേരിട്ടുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ വീട് കണ്ടെത്തുകയുണ്ടായി. പക്ഷെ അപ്പോഴാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്, പ്രതിമാസം 6000 രൂപ മാത്രമേ വാടക ഞങ്ങൾ തരാൻ പോകുന്നുള്ളൂ. ഇന്നത്തെ അവസ്ഥയിൽ വയനാട്ടിൽ ബത്തേരിയിലോ കൽപ്പറ്റയിലോ മാനന്തവാടിയിലോ 6000 രൂപയ്ക്ക് വാടകയ്ക്കൊരു വീട് കിട്ടാനില്ല. സാമാന്യന് വാസയോഗ്യമായിട്ടുള്ള ഒരു വീട് 6000 രൂപയ്ക്ക് ലഭിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം ആളുകളും ക്യാമ്പിൽ തന്നെ കഴിയേണ്ടി വരുന്നു. മറ്റു ചില ആളുകൾ ബന്ധുവീട്ടുകളിൽ കഴിയേണ്ടി വരുന്നു. ഈ വാടകയുടെ അനിശ്ചിതത്വം കാരണം ഈ ദുരിതബാധിതർക്ക് വീണ്ടും വലിയ ദുരന്തമുണ്ടാവുകയാണ്. അവർക്ക് തികച്ചും ഒരു അനാഥത്വമാണ് അവർക്കുണ്ടാകുന്നത്. എവിടേക്ക് പോകണം എന്നുള്ള യാതൊരു തിരിച്ചറിവും അവർക്കില്ല. മാത്രമല്ല, ഈ 6000 രൂപയ്ക്ക് വാടകയ്ക്കൊരു വീട് കിട്ടിയാൽ കെട്ടിട ഉടമസ്ഥന്മാർ അഡ്വാൻസിന് ചോദിക്കുന്നു. മാത്രമല്ല, ചില കുടുംബങ്ങൾ, എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, അവരുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില വീടുകൾ വാടകയ്ക്ക് എടുത്തപ്പോൾ 10,000 രൂപ 11,000 രൂപയാണ് വാടക ഉടമസ്ഥന്മാർ വാങ്ങുന്നത്. 6000 കഴിഞ്ഞ് ബാക്കി 5,000 രൂപ പ്രതിമാസം, ഓരോ മാസവും ഈ ദുരിതബാധിതർ കൊടുക്കേണ്ടതായിട്ട് വരികയാണ്. ഇവർക്ക് എങ്ങനെ കൊടുക്കാൻ സാധിക്കുക? അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുന്ന സമയത്ത് ഈ ദുരിതബാധിതർക്ക് എവിടെയും പോകാനില്ലാത്ത അവസ്ഥയാണ് ഇപ്പം വയനാട്ടിൽ സംഭവിച്ചത്. മാത്രമല്ല, രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത പട്ടാളക്കാരും സന്നദ്ധ സംഘടനകളും അവിടെ നിന്ന് സ്വാഭാവികമായിട്ടും പിന്മാറി. ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർ പിന്മാറുന്നതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച മന്ത്രിതല ഉപസമിതിയും പിന്മാറിയിരിക്കുകയാണ്. അവരിപ്പോഴാരും അവിടെയില്ല. തങ്ങളുടെ ദൗത്യമെല്ലാം നിർവഹിച്ചു എന്നുള്ളതാണ് ഈ മന്ത്രിസഭാ ഉപസമിതിയുടെ ഒരു ധാരണ. അപ്പോൾ അവിടുത്തെ നാട്ടുകാർക്ക്, ദുരിതബാധിതരായ ആളുകൾക്ക് ആരോടാണ് പറയേണ്ടത് എന്നറിയില്ല. ഒരു തികച്ചും അനാഥത്വമാണുള്ളത്. പിന്നെ മാത്രമല്ല, ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള വീടുകൾ കണ്ടെത്തി എന്ന് പറയുന്നു, ക്വാർട്ടേഴ്സ് കണ്ടെത്തി എന്ന് പറയുന്നു. അതിനാരോടാണ് പറയേണ്ടത്? ഇനി 6000 രൂപയ്ക്ക് വീട് കിട്ടുന്നില്ലെങ്കിൽ അതാരോട് പറയണം? മാത്രമല്ല, അഡ്വാൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാരോടാണ് പറയേണ്ടത്? ചോദിക്കാനും പറയാനും ആളില്ലാത്തൊരവസ്ഥയാണ് ഉണ്ടായത്. മാത്രമല്ല, ചില ആളുകൾക്ക് വീട് അനുവദിച്ചു. പക്ഷെ വീട്ടിൽ പോയിട്ട് നേരെ കയറി കിടക്കാൻ സാധിക്കുമോ? വീട്ടുപകരണങ്ങൾ ആവശ്യമല്ലേ? വീട്ടുപകരണങ്ങളില്ല. ഈ വീട്ടുപകരണങ്ങൾ വാങ്ങാൻ അവരുടെ കയ്യിൽ കാശില്ല.
ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഈ ദുരിതബാധിതരോട് ഇത്രയും ക്രൂരമായ സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഈ പുനരധിവാസത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ പാളിച്ചയാണ് സംഭവിച്ചിട്ടുള്ളത്.